നമുക്കിനി പോവേണ്ടത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ നിന്നും അഖിൽ TS കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വിശദാംശങ്ങളുമായി. അഖിൽ, ഗുഡ് മോർണിംഗ്. നോക്കൂ, ഇടുക്കി ജില്ലയിലെ 4 മണ്ഡലങ്ങൾ നിലനിർത്തുക, ഒപ്പം തന്നെ തൊടുപുഴ പിടിച്ചെടുക്കുക. ഇതാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അതേസമയം ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിൽ UDF-ഉം ഉണ്ട്, NDA-യും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നാളത്തെ ഒരു ദിവസം ആ ഒരു ഇടുക്കി ജനമനസ്സ് നമുക്ക് അറിയുവാൻ സാധിക്കും? ഇന്നിപ്പോൾ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന വിശകലനങ്ങൾ എങ്ങനെയാണ്? സിന്ധൂരി, ഗുഡ് മോർണിംഗ്. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4% പോളിംഗിന്റെ വർധനവുണ്ട്. 2021 പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 71%. 2026 എത്തുമ്പോൾ 75% ഇടുക്കി ജില്ലയിലെ ആകമാന പോളിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിൽ 4% വർധനവ് വോട്ടിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 5 മണ്ഡലങ്ങളിലേക്ക് തിരിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് ഉടുമ്പൻചോല ആണ്. ഉടുമ്പൻചോല എന്ന് പറയുന്ന മണ്ഡലം 2001 മുതൽ 2001 EM അഗസ്ത്യയെ തോൽപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സ്ഥാനാർത്ഥി കൂടിയായ KK ജയചന്ദ്രൻ 2001 കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തൊരു മണ്ഡലമാണ്. ആ 2001 മുതൽ നിലവിൽ 2026 എത്തുമ്പോൾ ഈ 25 കൊല്ലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം അടിയുറച്ചു നിന്നൊരു പാരമ്പര്യമാണ് ഉടുമ്പൻചോലയ്ക്കുള്ളത്. ഉടുമ്പൻചോല എന്ന് പറയുന്നത് തോട്ടം തൊഴിലാളികൾ അധികമായുള്ള മേഖല, തൊഴിലാളികൾ അധികമായുള്ള ഒരു മേഖലയാണ് ഉടുമ്പൻചോല മണ്ഡലം എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിൽ നിലവിലത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് 2001 EM അഗസ്ത്യയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ഈ മണ്ഡലം പിടിച്ചെടുത്ത KK ജയചന്ദ്രൻ 2001 മുതൽ 2016 വരെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ MLA ആയിരുന്നു. അതിനുശേഷമാണ് MM മണി 2014 സ്ഥാനാർത്ഥിയാവുന്നു. 2016 മുതൽ 2026 വരെ MM മണിയായിരുന്നു മണ്ഡലത്തിലെ MLA എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ ഉടുമ്പൻചോല മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ MM മണി വിജയിക്കുന്നത്. 38,000 വോട്ടിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് MM മണി ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നത്. അത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ വേരോട്ടമുള്ള, ശക്തമായ അടിത്തറയുള്ളൊരു മണ്ഡലമാണ് ഉടുമ്പൻചോല. ആ ഉടുമ്പൻചോല മണ്ഡലത്തിൽ 4ാം വട്ടവും KK ജയചന്ദ്രൻ, CPI-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള KK ജയചന്ദ്രൻ ാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. UDF-നായി സേനാപതി വേണു 2016 MM മണിയോട് പരാജയപ്പെട്ട സേനാപതി വേണുവാണ് ഇപ്പോൾ നിലവിൽ 2026 എത്തുമ്പോൾ KK ജയചന്ദ്രനുമായി മത്സരിക്കുന്നത്. ഇത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് 4 മണ്ഡലങ്ങൾ, 4 മണ്ഡലങ്ങളും 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന മണ്ഡലങ്ങളാണ്. ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി എന്നീ 4 മണ്ഡലങ്ങൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം ചേർന്ന് നിന്ന മണ്ഡലങ്ങളാണ്. ആ 4 മണ്ഡലങ്ങളെയും അതേപടി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടാകും. അതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ ഉള്ളത് തൊടുപുഴയിലാണ്. തൊടുപുഴ മണ്ഡലം അരനൂറ്റാണ്ടോളം കാലമായി PJ ജോസഫിൻ്റെ മണ്ഡലമാണ്. PJ ജോസഫ് അരനൂറ്റാണ്ടോളമായി ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇത്തവണ PJ ജോസഫ് മാറി നിൽക്കുന്നു. പകരം മകനായ അബു ജോൺ ജോസഫ് മത്സരിക്കുന്നു. 2 കേരള കോൺഗ്രസ് പാർട്ടികൾ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കേരള കോൺഗ്രസ് മാണി വിഭാഗവും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൊടുപുഴ മണ്ഡലം. തൊടുപുഴ മണ്ഡലത്തിൽ ശക്തമായ മകൻ എത്തുന്നതോടെ മറ്റൊരു യുവാവായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മറ്റൊരു യുവാവായ സിറിയക് ചാഴികാടിനെയാണ് കേരള കോൺഗ്രസ് തൊടുപുഴയിലേക്ക് എത്തിയത്. ഇതൊരു അട്ടിമറി വിജയം നേടുന്നതിനുള്ള സാഹചര്യം തൊടുപുഴ മണ്ഡലത്തിൽ ആകമാനം സൃഷ്ടിച്ചു കഴിഞ്ഞു. തൊടുപുഴ മണ്ഡലത്തിൽ അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്. എന്നാൽ നൂറ്റാണ്ടായി തങ്ങൾ കൈയാളുന്ന മണ്ഡലം വിട്ടുപോകില്ല എന്നുള്ള പ്രതീക്ഷ UDF മുന്നണിക്കുമുണ്ട്. എന്തു തന്നെയായാലും PJ ജോസഫ് മണ്ഡലത്തിൽ നിന്ന് മാറി നിന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കി മണ്ഡലമാണ്. ഇടുക്കി മണ്ഡലം ഈ പറയുന്നതുപോലെ തന്നെ 2001 മുതൽ 2026 വരെ അജയ്യനായി റോഷി അഗസ്റ്റിൻ തുടരുന്ന മണ്ഡലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. മുന്നണികൾ മാറി വരുമ്പോഴും റോഷി അഗസ്റ്റിൻ എന്ന വ്യക്തി ഇടുക്കി മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി നിയോജക മണ്ഡലം. 2001 പാലായിൽ നിന്ന് ഇടുക്കിയിലേക്ക് എത്തിയ 2001 മുതൽ 2026 വരെയുള്ള 25 വർഷക്കാലം അജയ്യനായി തുടരുന്ന പോരാളി കൂടിയാണ് റോഷി അഗസ്റ്റിൻ. ആ റോഷി അഗസ്റ്റിൻ ആണ് ഇത്തവണ വീണ്ടും ജനവിധി തേടുന്നത്. റോഷി അഗസ്റ്റിനെ അട്ടിമറിക്കാനായി മറ്റൊരു വികസനം പറഞ്ഞുകൊണ്ടാണ് ജില്ലയിലാകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് തേടുന്നത്. ജില്ലയിലാകമാനം 50,000-ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്തു. എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിച്ചു. 2018 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ തകർന്ന ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കിയിലെ ചെറുതോണി എന്ന് പറയുന്ന നഗരം പോലും ഇല്ലാതായ ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന് 2018 പ്രളയത്തിന് ശേഷം 12 കോടി രൂപ സംസ്ഥാന സർക്കാർ മുടക്കി ഇടുക്കി ജില്ലയെ പുനരുജ്ജീവിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ വലിയ വികസനങ്ങൾ ചർച്ച ചെയ്യുന്നൊരു മണ്ഡലം കൂടിയാണ് ഇടുക്കി മണ്ഡലം എന്ന് പറയുന്നത്. ഇടുക്കി മണ്ഡലത്തിൽ ആകമാനം
വലിയ വികസന മുന്നേറ്റങ്ങളുണ്ട്. റോഡുകളുടെ കാര്യത്തിലായാലും BMBC നിലവാരത്തിലുള്ള റോഡുകളാണ്, വിനോദസഞ്ചാര മേഖലയുടെ കാര്യത്തിൽ, അങ്ങനെ സമസ്ത മേഖലകളിലും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റമുള്ള മണ്ഡലമാണ് ഇടുക്കി മണ്ഡലം. ആ ഇടുക്കി മണ്ഡലത്തിൽ കൃത്യമായി വികസനങ്ങൾ പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ വികസനങ്ങൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് തേടുന്നത്, റോഷി അഗസ്റ്റിൻ വോട്ട് തേടുന്നത്. എന്നാൽ ആ വികസന വിരുദ്ധത പറയാനില്ലാത്തതുകൊണ്ട്, നടപ്പിലാക്കാത്ത ഒന്നും പറയാനില്ലാത്ത UDF ആകെ ഇടുക്കി മണ്ഡലത്തിൽ ഒരു നേരിയ മേൽക്കൈയെങ്കിലും നേടാൻ അവരെ സംബന്ധിച്ചുണ്ടായിരുന്നൊരു കാര്യം ചിഹ്നമാണ്. കാരണം വർഷങ്ങളായി 40 വർഷത്തോളമായി ഇടുക്കി മണ്ഡലത്തിൽ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്ഥാനാർത്ഥി വന്നാൽ തങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായേക്കും എന്ന ഒരു ചിന്തയിൽ നിന്നാണ് നിലവിൽ PJ ജോസഫിന്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സീറ്റായിരുന്നു ഇടുക്കി സീറ്റ്. ആ ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ റോയ് കെ പൗലോസ് മത്സരിക്കുകയും ചെയ്തു. ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദങ്ങൾക്കും പല അകത്തളങ്ങളിലെ സംഘർഷങ്ങൾക്കും വഴിതെളിച്ചു. ഇത്തരത്തിൽ റോയ് കെ പൗലോസ് സീറ്റ് ഏറ്റെടുക്കുന്നത് ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് നിലവിലെ കട്ടപ്പന നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള ജോയി വെട്ടിക്കുഴിയായിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്ത് ആ സീറ്റിൽ ജോയി വെട്ടിക്കുഴി മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സീറ്റ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി UDFൻ്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ജോയി വെട്ടിക്കുഴി പുറത്താവുന്നു. പകരം KPCC വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള റോയ് കെ പൗലോസ് സ്ഥാനാർത്ഥിയെ അവരോധിക്കപ്പെടുന്നു. ഇത് ഇടുക്കി മണ്ഡലത്തിലെയും ജില്ലയിലേക്ക് ആകമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയൊരു വിമുഖത സൃഷ്ടിച്ചു. ആളുകൾക്കിടയിൽ വലിയൊരു ആശയക്കുഴപ്പമുണ്ടാക്കി. റോയ് കെ പൗലോസ് തൊടുപുഴയിൽ നിന്ന് ഇടുക്കിയിലേക്ക് മാറുമ്പോൾ അത് അവരുടെ വിജയ സാധ്യതയെ ബാധിക്കും. പടലപ്പിളക്കങ്ങൾ രൂക്ഷമായി, അകത്തളങ്ങളിലെ അടികൾ രൂക്ഷമായി. ഇത്തരത്തിൽ വലിയൊരു അകത്തളങ്ങളിലെ അടിക്കാണ് നിലവിൽ ഇപ്പോൾ UDF ഇടുക്കി മണ്ഡലത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവികുളം മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദേവികുളം മണ്ഡലവും പരമ്പരാഗതമായ ഒരു LDF മണ്ഡലമാണ്. CPM വളരെയധികം ശക്തിയുള്ള മണ്ഡലമാണ്. തമിഴ് ജനത 60% തമിഴ് ജനതയുള്ള മണ്ഡലമാണ്. തോട്ടം തൊഴിലാളികളുടെ മണ്ഡലമാണ്. CPM ശക്തമായ വേരോട്ടമുള്ളൊരു മണ്ഡലമാണ്. ഇവിടെ കഴിഞ്ഞ തവണത്തെ MLA ആയിട്ടുള്ള A രാജയാണ് നിലവിൽ LDFൻ്റെ സ്ഥാനാർത്ഥി. പേരിനോട് തന്നെ സാമ്യമുള്ള F രാജയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. ദേവികുളം മണ്ഡലം വർഷങ്ങളായി, കാൽ നൂറ്റാണ്ടോളമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ശക്തമായി അടിയുറച്ചു നിൽക്കുന്ന, എത്ര വലിയ തരംഗങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൈവിടാത്തൊരു മണ്ഡലമാണ് ദേവികുളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേവികുളം മണ്ഡലത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആശങ്ക ഏതുമില്ല. ഏത് വിധേനയും പേരിന് സാമ്യമുള്ള ആളായ F രാജയാണ് നിലവിൽ ദേവികുളത്ത് മത്സരിക്കുന്നത്. ഏത് വിധേനയും BJP സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറിയ S രാജേന്ദ്രൻ മത്സരിക്കുന്നു. ഇത്തരത്തിൽ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടായാൽ എങ്ങനെയെങ്കിലും ആളുകളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് വിജയിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് UDF ഈ ദേവികുളം മണ്ഡലത്തിൽ നിലവിൽ പ്രതീക്ഷ വെക്കുന്നത്. അല്ലാത്ത പക്ഷം യാതൊരു തരത്തിലുള്ള അട്ടിമറിക്കും സാധ്യതകളില്ലാത്തൊരു മണ്ഡലം കൂടിയാണ് ദേവികുളം. പീരുമേട് മണ്ഡലമാണ് ജില്ലയിലെ അവസാനത്തെ മണ്ഡലം എന്ന് പറയുന്നത്. കോട്ടയത്തിനോടും തമിഴ്നാടിനോടും അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ് പീരുമേട് എന്ന് പറയുന്നത്. പീരുമേടിൻ്റെ MLA ആയിട്ടുള്ള വാഴൂർ സോമൻ ഒരു വർഷക്കാലത്തിന് മുമ്പായി നമ്മെ വിട്ട് പിരിഞ്ഞിരുന്നു. അതിനുശേഷം ആ ഒരു വർഷക്കാലത്തിന് മുമ്പ് വരെ സമാനതകളില്ലാത്ത വികസനം പീരുമേട് മണ്ഡലത്തിലും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ES ബിജിമോൾ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തൊരു മണ്ഡലമാണ് പീരുമേട് എന്ന് പറയുന്നത്. പിന്നീട് തുടർച്ചയായി 3 തവണ ES ബിജിമോൾ അവിടുത്തെ MLA ആയി. ശേഷം വാഴൂർ സോമൻ വരുന്നു. വാഴൂർ സോമന് ശേഷം ജില്ലയിലെ തന്നെ പ്രമുഖ നേതാവായ CPIയുടെ ജില്ലാ സെക്രട്ടറിയായ K സലീംകുമാറാണ് പീരുമേട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇത്തരത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജില്ലയിൽ ആകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളത്. എന്തെങ്കിലും എക്സിറ്റ് പോളുകളുടെയൊക്കെ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടോ എന്നുള്ള സാധ്യത പരിശോധിക്കുകയാണ് നിലവിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. സിന്ധൂരി. ശരി, വ്യക്തമാണ് അഖിൽ. എന്തായാലും നമുക്കിനി കാത്തിരിക്കാം. ഇടുക്കിയിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന വികസനമാണോ അതോ UDF മുന്നോട്ട് വെച്ച ചിഹ്നമാണോ ശക്തി പ്രാപിക്കുക എന്നുള്ളത് അതിന് ദിവസം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അഖിൽ TS ആണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.